ഹലോ, എല്ലാവർക്കും എസ്ട്രേ ഫാഷൻ ബുട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് കാണിക്കാനായിട്ടാണ്. ഞാൻ ഓൾറെഡി നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഹാൻഡ് എംബ്രോയിഡറി കളക്ഷൻസ് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ഓർഡർ തന്ന് 65 ഡേയ്സിനുള്ളിലാണ് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ അടുത്ത് ഒത്തിരി ആൾക്കാർ റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള കോട്ട എംബ്രോയിഡറി സാരീസ് ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി എൻക്വയറീസ് വരാറുണ്ട്. നമ്മുടെ അടുത്ത് നേരിട്ട് എൻക്വയറി ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ഓർഡർ എടുത്ത് 65 ഡേയ്സ് കഴിഞ്ഞ് ഡിസ്പാച്ച് ചെയ്യുന്ന പോലെ ഹാൻഡ് എംബ്രോയിഡറി സാരീസ് ചെയ്യുന്നതെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കൂടുതലും നമുക്ക് റിപ്പീറ്റ് ഓർഡേഴ്സ് ആണ് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വീണ്ടും വീണ്ടും ഹാൻഡ് എംബ്രോയിഡറിയുടെ വീഡിയോസ് അടുത്തടുത്ത് വരാത്തതിന്റെ കാരണം നമുക്ക് റിപ്പീറ്റ് ആയിട്ട് സെയിം ഡിസൈൻ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും റിപ്പീറ്റ് ആയിട്ട് ഓർഡേഴ്സ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഒത്തിരി ഇൻക്ലൂഡ് ചെയ്യാത്തത്. പക്ഷെ ഇപ്പം നമ്മളെല്ലാം ചെയ്യുന്ന എല്ലാ വർക്ക്സും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ആയിട്ടുള്ള ഒരു സാരി തന്നെ നമ്മളിന്ന് കാണിക്കുന്നത്. പക്ഷെ നമ്മൾ ഒരു സാരി അല്ല, സെയിം ഡിസൈൻ നമ്മൾ 3 സാരിയിൽ ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് സാരീസ് കാണാം. അപ്പൊ ഈ ഒരു 3 സാരീസ് നമ്മൾ കാണിക്കുന്നത്, ഇതിനകത്ത് 3-നകത്ത് നമ്മൾ ചെയ്തിരിക്കുന്ന ഡിസൈൻസ് സെയിം തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഇത് ഫുൾ ബോർഡർ ഡിസൈൻ ഉള്ള ഒരു എംബ്രോയിഡറി സാരി, അതായത് നല്ല റിച്ച് ആയിട്ട് എംബ്രോയിഡറി ഉള്ള ഒരു സാരി ഇതിനകത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിനകത്ത്. ആ സാരി കണ്ട പ്രകാരം നമുക്ക് സെയിം ആയിട്ടുള്ള സാരീസും, അതുപോലെ ആ സെയിം സാരി വേറെ മെറ്റീരിയൽ ആയിട്ടാണെങ്കിലും, അതുപോലെ ആ സാരി കുറച്ചും കൂടെ റേറ്റ് കുറച്ച് ആ കസ്റ്റമറിന്റെ ബഡ്ജറ്റിൽ കൊള്ളുന്നത് പോലെ കുറച്ച് ഡിസൈൻസ് കുറച്ച് ചെയ്തു തരാമോ എന്ന് ചോദിച്ച പ്രകാരമൊക്കെ ആയിട്ട് നമ്മൾ 3 ഡിഫറെന്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന സാരീസ് ആണ്. നമുക്ക് ഓരോന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സെയിം സാരി തന്നെ, അതായത് നമ്മൾ ഓൾറെഡി ചെയ്തതിന്റെ റിപ്പീറ്റ് ആയിട്ട് സെയിം ആയിട്ടുള്ള സാരി തന്നെയാണ് ആദ്യം കാണിക്കുന്നത്. ഇപ്പൊ ആ ഒരു സാരി ഇതാണ് വരുന്നത്. ഓർഗൻഡി മെറ്റീരിയലാണ് നമ്മൾ കാണിച്ചിരുന്നത്. സ്കൈ ബ്ലൂ ഷെയ്ഡ് ഓർഗൻഡി സാരിയിൽ നമുക്ക് മുന്താണി പോർഷനിൽ വലിയ 2 ഡിസൈൻസും ഇതുണ്ടോ, ഇതാണ് മുന്താണി പോർഷൻ വരുന്നത്. മുന്താണി പോർഷനിൽ വലിയ 2 ഡിസൈൻസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ എല്ലാ സാരീസിന്റെ എൻഡിൽ സാധാരണ ചെയ്യുന്നത് പോലെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ മുന്താണി നെക്സ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ നമ്മൾ ആ ഒരു സാരിയിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇത് സെയിം പോലെ നമ്മൾ മുന്താണി പോർഷനിൽ കൊടുത്ത പോലെ തന്നെ 2 ഡിസൈൻസ് ആണ് നമ്മൾ ഇതിന്റെ മുന്താണി പോർഷനിൽ ചെസ്റ്റ് പോർഷനിലും കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ചെസ്റ്റ് പോർഷനിലോട്ട് നമ്മൾ അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള 2 ഡിസൈൻസ് നമ്മൾ ഫുൾ, അതായത് നമ്മുടെ ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് നല്ലപോലെ തിക്കായിട്ട് ഡിസൈൻ വരുന്ന പോലെ ഈ സാരിയിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. അതുപോലെ അത്രയും ലെങ്തിൽ തന്നെ ഇതിന്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴും സെയിം ഡിസൈൻ തന്നെ നമ്മൾ അതേ വലിപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിൽ നമ്മൾ സ്റ്റാൻഡിങ് പോസിൽ ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ആ ഒരു സെയിം അത്രയും ഫ്ലവേഴ്സ് തിക്കായിട്ടുള്ള ആ ഒരു ഡിസൈൻ നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു സാരിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരി, അതായത് നമ്മൾ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്ന സാരിയുടെ സെയിം റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന സാരി ഇതാണ്. നെക്സ്റ്റ് സാരി നമുക്ക് വരുന്നത് ഓർഗൻഡി മെറ്റീരിയൽ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫ്ലവേഴ്സിന്റെ സൈസും നമ്പേഴ്സും ഒക്കെ കുറച്ച് അവരുടെ ബഡ്ജറ്റിൽ അവരുടെ ബഡ്ജറ്റിൽ അത് ഒതുങ്ങുന്ന പോലെ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ മുന്താണി പോർഷനിൽ വരുമ്പോൾ നമ്മൾ ഒരു ഫ്ലവറേ ചെയ്തിട്ടുള്ളൂ. മറ്റേതിനകത്ത് നമ്മൾ ലോങ് ആയിട്ട് 2 ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നതിന് പകരം ഇതിന്റെ മുന്താണി പോർഷനിൽ നമ്മൾ ഒരു ഫ്ലവറേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ഇതിന്റെ എല്ലാ തന്നെ എൻഡ് നമ്മൾ ഒരുപോലെ തന്നെ സ്കാലപ്പ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുത്തുന്ന അറ്റാണെങ്കിലും നമ്മൾ നോർമലി ഇതുപോലെ ഉരുട്ടി തയ്ച്ചാണ് കൊടുക്കാറുള്ളത്. അതുപോലെ മുന്താണിയുടെ നെക്സ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ചെറിയൊരു ഫ്ലവർ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 3 ഫ്ലവേഴ്സ് മാത്രം വരുന്ന ചെറിയൊരു പാറ്റേൺ ആണ് നമ്മൾ ഇതിന്റെ മുന്താണിയുടെ അപ്പുറത്തെ വശത്ത് കൊടുത്തിരിക്കുന്നത്. ചെസ്റ്റ് പോർഷനിൽ നമ്മൾ സെയിം ആയിട്ട് തന്നെയുള്ള ആ 2 ഫ്ലവർ വരുന്ന പോലെ ചെസ്റ്റ് പോർഷൻ കവർ ചെയ്ത് തന്നെയുള്ള ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. കാരണം ചെസ്റ്റ് പോർഷൻ ആണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെസ്റ്റ് പോർഷനിൽ ആ ഒരു വലിയ ഡിസൈൻ അതുപോലെ തന്നെ 2 ഡിസൈൻസ് നിറച്ചും തിക്കായിട്ട് വരുന്ന പോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഈ പറഞ്ഞ പോലെ ഉടുത്ത് വരുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേനും സെയിം സാരി പോലെ തന്നെ വരും. പക്ഷെ മുന്താണി പോർഷനിലെ ഡിസൈൻസ് നമ്മൾ കുറച്ച് അതിനെ ബഡ്ജറ്റിൽ ഒന്നുകൂടെ അവരുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന പോലെ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതിന്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴും നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഫ്ലവേഴ്സിന് കുറച്ച് ചെറുതായിട്ടൊന്ന് മിനിമൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതായത് കുറച്ച് ഫ്ലവേഴ്സ് നമ്മൾ കുറച്ചാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആ ചെസ്റ്റ് പോർഷൻ അതുപോലെ തന്നെ നിർത്തിക്കൊണ്ട് മുന്താണി പോർഷനിലും ലെഗ് പോർഷനിലെ നമ്മൾ ഒരു 2-3 ഫ്ലവേഴ്സിന്റെ ചോട്ടിൽ നിന്ന് കുറച്ചൊന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ സെയിം ആയിട്ട് തന്നെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെങ്തി തന്നെ, ഇതിപ്പം എൻ്റെ ഒരു കൈപ്പത്തിനേക്കാളും ലെങ്തി തന്നെ ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് ഇതിന്റെ ഈ റൈറ്റ് ലെഗ് പോർഷനിലാണെങ്കിലും. അതുപോലെ നമ്മൾ ഈ ഒരു സാരിയിൽ നമ്മൾ ബഡ്ജറ്റ് മിനിമൈസ് ചെയ്യാനായിട്ട് ഈ ഡിസൈൻസ് ചെയ്തെടുത്തിരിക്കുന്നത്. സെയിം കളർ കോമ്പിനേഷനും മെറ്റീരിയലും എല്ലാം സെയിം തന്നെയാണ്. ഓർഗൻഡി മെറ്റീരിയൽ തന്നെയാണ്. ഓർഗൻഡി മെറ്റീരിയൽ വരുമ്പം ഈ പറഞ്ഞ പോലെ അറിയാലോ, റേറ്റ് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ട് വരും.
കോട്ട ചെക്കോട്ടയെക്കാളും ഒക്കെ നമുക്ക് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഓർഗൻഡിയിൽ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇത് സിൽക്കി കോട്ട ഫാബ്രിക്കിൽ, സെയിം സ്കൈ ബ്ലൂ സിൽക്കി കോട്ട ഫാബ്രിക്കിൽ നമ്മൾ ആ ഒരു സാരി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നമ്മൾ ആ ഫുൾ വർക്ക് ചെയ്തിരിക്കുന്ന ആ ഡിസൈൻ സെയിം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് മുന്താണി പോർഷനിൽ 2 വലിയ ഡിസൈൻസും ഒക്കെ വരുന്ന പോലെ തന്നെ നമ്മൾ ആ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ അപ്പം നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെറ്റീരിയൽ നമ്മൾ ചെയ്തിരിക്കുന്നത് സിൽക്കി കോട്ട ഫാബ്രിക് ആണ്. സെയിം ആ ഒരു സ്കൈ ബ്ലൂ കോമ്പിനേഷൻ, ആ ഒരു വൈറ്റും പിങ്കും ഒക്കെ ഡബിൾ ഷെയ്ഡ് ത്രെഡ് വരുന്ന ആ ഒരു ബ്ലൂവിൽ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻസ് എല്ലാം സെയിം ചെയ്തുകൊണ്ട് ഡിസൈനും സെയിം ചെയ്ത് മെറ്റീരിയൽ നമ്മൾ ഡിഫറെൻ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ നമ്മൾ ആ ഒരു മുന്താണിയുടെ അപ്പുറത്തെ എൻഡിൽ വരുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് വരുന്ന പോലെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ വരുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ഫുൾ ആ ഒരു 2 ഫ്ലവേഴ്സ് വരുന്ന പോലെ തന്നെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, 2 ഫ്ലവേഴ്സ് വരുന്ന പോലെ ഇതിൻ്റെ ചെസ്റ്റ് പോർഷനും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ലെങ്ത് തന്നെ ആ ഒരു ഡിസൈൻ വരുന്ന പോലെ നമ്മൾ ഇതിനകത്ത് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഫുൾ വർക്ക് വരുന്ന പോലെ തന്നെയാണ് നമ്മൾ ഇതിന് മെറ്റീരിയൽ വ്യത്യാസം മാത്രമല്ലാണ്ട് വേറൊരു വ്യത്യാസവും ഇല്ല. നിറച്ചും വർക്ക് വരുന്ന പോലെ തന്നെ ഒരു ഫ്ലവർ ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ലെഗ് പോർഷനിലോട്ട് വരുമ്പോഴത്തേനും ഇതുപോലെ നമ്മൾ ആ ഒരു വലിയ ഡിസൈൻ തന്നെ ഫുള്ളായിട്ട് വെർട്ടിക്കലായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഹൈറ്റ് തന്നെ, ഏകദേശം നല്ല ലെങ്ത് തന്നെ ആ ഒരു ഡിസൈൻ നമ്മൾ ആദ്യം കാണിച്ച സാരിയിലെ പോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ 3 ഡിഫറെൻറ്റ് പാറ്റേണിൽ ഈ ഒരു സാരി ഈ ഒരു സെയിം ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഈ കാണിച്ച സാരീസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലത്തെ സാരീസ് ഒക്കെ ചെയ്യിപ്പിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ റിപ്പീറ്റ് ആയിട്ടുള്ള സാരീസ് ആണെങ്കിലും അതുപോലെ പുതിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പറയുവാണെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസിന്റെ സജഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതല്ല നിങ്ങളൊരു ബഡ്ജറ്റ് പറഞ്ഞിട്ട് ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന പോലത്തെ പുതിയ ഡിസൈൻസ് ചെയ്തു തരാൻ പറഞ്ഞാലും നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ 65 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മുടെ ഡിസ്പാച്ച് ടൈം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷന് വേണ്ടിയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് വേണ്ടിയാണെങ്കിൽ നേരത്തെ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നമ്മൾ 65 വർക്കിംഗ് ഡേയ്സ് എന്നാണ് പറയുന്നത്. കറക്റ്റ് 65 ഡേയ്സ് ആകുമ്പോൾ ചിലപ്പോൾ സാരി റെഡിയായെന്ന് വരത്തില്ല. ഇടയ്ക്ക് നമുക്ക് വർക്കിംഗ് ഡേയ്സ് അല്ലാത്ത ഡേയ്സും ഇൻക്ലൂഡ് ചെയ്താണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് നോക്കി വേണം, മീൻസ് ഡിസ്പാച്ച് ടൈം നോക്കാനായിട്ട്. അതനുസരിച്ച് നിങ്ങൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വേണ്ടി ഓർഡർ ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതുപോലത്തെ സാരീസ് ഒക്കെ വീണ്ടും കാണാൻ വേണ്ടി, അതുപോലെ നമ്മുടെ ഹാൻഡ് പിക്ക് കളക്ഷൻസ് ആണെങ്കിലും ഒക്കെ വീണ്ടും കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.